Hello dear students, once again welcome back to my class. Today we are going to study a new chapter from your third unit. The chapter name is Stammer. It's a poem written by K. Sachidanandan, and the poem Stammer was originally written in Malayalam by K. Sachidanandan with the title Vikko. And it was translated by the poet himself into English, and the poem appreciates stammering and also enlightens its importance in the world and human history. So the poem Stammer tells about stammering. Okay, according to the poet, stammering is not a defect or a handicapability or a disability, but a language itself. Stammering is a language itself because it is the imperfection which makes human unique and distinguished. Similarly, it is the way we stammer which makes the language rich in the word and meaning. So, നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ തേർഡ് യൂണിറ്റിലുള്ള സ്റ്റാമറിംഗ് എന്ന് പറയുന്ന ഒരു പോമാണ്. സ്റ്റാമറിംഗ് എന്ന് പറയുന്ന പോം ഇറ്റ്സ് ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, മലയാളത്തിൽ ആണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് ബൈ കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു മലയാളം റൈറ്ററാണ് അത് എഴുതിയിട്ടുള്ളത്. ദെൻ ആ പോയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ് സ്റ്റാമർ എന്നുള്ള പേരിൽ. സ്റ്റാമറിംഗ് മീൻസ് വിക്ക്. ഓക്കെ, ഡിഫിക്കൽട്ടി ടു സ്പീക്ക്, അതിനാണ് സ്റ്റാമറിംഗ് എന്ന് പറയുക. ഓക്കെ, സോ വിക്ക് എന്നുള്ള പോയം സ്റ്റാമറിംഗ് എന്ന് പറയുന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആരെന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? കെ സച്ചിദാനന്ദൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതാണ് പറഞ്ഞത്, ട്രാൻസ്ലേറ്റഡ് ബൈ ഹിംസെൽഫ്, ദ പോയറ്റ് ഹിംസെൽഫ്. പോയറ്റ് തന്നെയാണ് അത് എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി എന്താണ് ഈ സ്റ്റാമർ അല്ലെങ്കിൽ വിക്ക് എന്ന് പറയുന്ന ഈ പോയത്തിൽ പറയുന്നത്? പോയറ്റിൻ്റെ ആ ഒരു അക്കോർഡിംഗ് ടു പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാമറിങ് അല്ലെങ്കിൽ വിക്ക് എന്ന് പറയുന്നത് അതൊരു ഹാൻഡിക്യാപ്പിലിറ്റി അല്ലെങ്കിൽ ഡിസേബിലിറ്റി അല്ല, അതൊരു വൈകല്യമല്ല. പകരം എന്താണ്? എ മോഡ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒരു രീതിയാണ് വിക്ക് അല്ലെങ്കിൽ സ്റ്റാമറിങ് എന്ന് പറയുന്നത്. ഒരു ഇംപെർഫെക്ഷൻ ഓഫ് ലാംഗ്വേജ്, ഒരു പെർഫെക്ഷൻ അല്ലാത്ത ഒരു അവസ്ഥ, അതാണ് ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്റ്റാമറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത് സ്റ്റാമറിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യത്തെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പോയം മുന്നോട്ട് പോകുന്നത്. സോ ഒരു 6 സ്റ്റാൻസയിൽ ഡിവൈഡ് ചെയ്തതാണ് ഈ ഒരു പോയം വിത്ത് വേരിയബിൾ ലൈൻസ്, ഒരുപാട് ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതിനൊരു പെർട്ടിക്കുലർ റൈം സ്കീം ഒന്നും ഈ പോയത്തിനില്ല. സാധാരണ പറയുന്ന പോലെ ABCB എന്നോ അല്ലെങ്കിൽ AB പോലെയുള്ള ഒരു പെർട്ടിക്കുലർ റൈം സ്കീം ഒന്നും ഈ പോയത്തിന് കൊടുത്തിട്ടില്ല. സോ ഒരു പ്രത്യേക റൈം സ്കീമൊന്നും ഇല്ലാതെയാണ് ഈ ഒരു പോയം പോകുന്നത്. ആൻഡ് ദ സ്റ്റാമറിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇറ്റ്സ് റിപ്പീറ്റഡ് സെവറൽ ടൈം. ഈ ഒരു പോയത്തിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു വേർഡാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പ്രത്യേകിച്ച് ഒരു റൈം സ്കീമൊന്നും ഇല്ലാതെ ഒരു ബ്ലാങ്ക് വേഴ്സിൽ, പ്രത്യേകിച്ച് റൈമൊന്നും ഇല്ലാത്തതിനാണ് നമ്മൾ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുക. സോ ഒരു ബ്ലാങ്ക് വേഴ്സിൽ ഒരു ബ്ലാക്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള ഒരു പോം. മലയാളത്തിലാണ് ആദ്യം എഴുതപ്പെട്ടിട്ടുള്ളത്, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആ പോയറ്റ് തന്നെയാണ്, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന പോയറ്റ് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ നമുക്ക് ആദ്യം സച്ചിദാനന്ദനെ കുറിച്ചൊന്നും അറിയാം. ഹൂ ഈസ് കെ സച്ചിദാനന്ദൻ എന്നുള്ളത്, നമ്മളെ പോയറ്റിനെ കുറിച്ചിട്ട് അബൌട്ട് ദ ഓതർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമുക്കൊന്ന് നോക്കാം ആദ്യം. ഓക്കെ, ഹൂ ഈസ് സച്ചിദാനന്ദൻ? കെ സച്ചിദാനന്ദൻ ബോൺ ഇൻ 1946 ഇൻ കേരളത്തിൽ 1946 ജനിച്ച ആളാണ് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. ഇനി ആൻ ഇന്ത്യൻ പോയറ്റ്. സോ he is an Indian poet and writing in Malayalam and English. അല്ലേ, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റാണ് അദ്ദേഹം. ഈസ് നോൺ ആസ് ദ പയനീർ ഓഫ് മോഡേൺ പോയട്രി ഇൻ മലയാളം. മലയാളത്തിലെ മോഡേൺ പോയട്രി, ആധുനിക മലയാളം കവിതയുടെ പയനീർ എന്നറിയപ്പെടുന്ന ആളാണ് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. ഹി ഈസ് ആൾസോ എ ക്രിട്ടിക്, കോളമിസ്റ്റ്, ട്രാൻസ്ലേറ്റർ ആൻഡ് എ ഫോർമർ സെക്രട്ടറി ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി. സോ അദ്ദേഹം കോളമിസ്റ്റാണ്, ക്രിട്ടിക്കാണ്, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്ററാണ്, വിവർത്തനം ചെയ്യുന്ന ആളാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫോർമർ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ആസ് ആൻ ഇൻ്റലക്ച്വൽ അപ്ലോഡ് സെക്യുലർ ഡെമോക്രാറ്റിക് വ്യൂസ്
He support cause like environment, human rights and free software. ഇതിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. His lectures and articles on issue concerning contemporary Indian literature are through provoking. അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സും റൈറ്റിംഗ്സും ഒക്കെ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട്, ആധുനിക ഇന്ത്യൻ സാഹിത്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹി വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2011. 2011 നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, ആ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ സ്റ്റാമറിങ് എന്ന് പറയുന്ന പോയം അദ്ദേഹം പറയുന്നത്, സ്റ്റാമറിങ് എന്നുള്ളത് എന്തല്ല, ഒരു ഹാൻഡിക്യാപ്ഡ് അല്ല, അത് വെറും ഒരു എന്ത് മാത്രമാണ്, ഒരു മോഡ് ഓഫ് ലാംഗ്വേജ് മാത്രമാണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ നമുക്ക് നേരിട്ട് ആ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് സ്റ്റാമറിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, നോക്കാം. സോ ലിസൺ കെയർഫുള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 6 സ്റ്റാൻസകളിലായിട്ടാണ് ഈ പോയം പറയുന്നത്. പ്രത്യേകിച്ച് ഒരു റൈമിംഗ് സ്കീമോ വേർഡ്സോ ഒന്നും ഇല്ലാതെയാണ് പറയുന്നത്. സോ നോക്കാം നമുക്ക് എന്താണ് സ്റ്റാമറിങ് എന്ന് പറയുന്ന പോയത്തിൽ അദ്ദേഹം പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ലിസൺ. ഫസ്റ്റ് 2 ലൈൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിഹൈൻഡ് മീനിങ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള 2 ലൈൻസ് ആണ്. എ സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്. സ്റ്റാമർ എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു വൈകല്യമല്ല, ഒരു ഡിസേബിലിറ്റി അല്ല, ഒരു രോഗമല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. നമ്മുടെ സംസാരത്തിൻ്റെ ഒരു രീതിയാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. സ്റ്റാമറിങ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ഒരു രീതി മാത്രമാണ്, എന്തല്ല, ഒരു ഹാൻഡിക്യാപ്ഡ് അല്ല, ഒരു വൈകല്യമല്ല. ഈ സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഒരു വേർഡിൻ്റെയും അതിൻ്റെ മീനിങ്ങിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു സൈലൻസ്, ഒരു നിശബ്ദതയാണ് സ്റ്റാമർ അല്ലെങ്കിൽ വിക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു വേർഡ് പറയുമ്പോഴും പ്രൊനൗൺസ് ചെയ്യുമ്പോഴും അതിൻ്റെ മീനിങ്ങിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു സൈലൻസ്. നമ്മൾ ജസ്റ്റ് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊന്ന് ആലോചിക്കൂലേ, ആ ആലോചനയും ആ വേർഡിൻ്റെയും തമ്മിൽ ഇടയിലുള്ള ചെറിയൊരു സൈലൻസ് മാത്രമാണ് എന്ത് എന്ന് പറയുന്നത്, സ്റ്റാമറിങ് എന്ന് പറയുന്നത്, വിക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഏതുപോലെ ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾ ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെയും ഒരു വേർഡിൻ്റെയും ഇടയിലുള്ള ഒരു ലെയിംനെസ്, ഒരു മുടന്ത് പോലെ ഒരു വേർഡിൻ്റെയും ഒരു മീനിങ്ങിൻ്റെയും ഇടയിലുള്ള ഒരു സൈലൻസ്, ഒരു നിശബ്ദതയാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സൈലൻസ് വിച്ച് കം വെൻ വി തിങ്ക് അബൌട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ബിഫോർ സ്പീക്കിംഗ് ഇറ്റ് ഈസ് ആൾസോ സ്റ്റാമർ. നമ്മളൊരു വേർഡ് പറയുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ, അതിനെയും എന്തെന്ന് പറയാം, നമുക്ക് സ്റ്റാമറിങ് എന്ന് പറയാം. ഏതുപോലെയെന്നാണ് പറഞ്ഞത്, ദാറ്റ് റിഫോമിങ് ഫ്രം ഡൂയിങ് സംതിങ് വിച്ച് വി ഇൻറ്റൻഡഡ് ടു ഡു ഈസ് ആൾസോ സ്റ്റാമർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു വേർഡ് നമ്മൾ പറയാൻ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, സ്റ്റാമർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റാമർ എന്ന് പറയാം. അല്ലാതെ സ്റ്റാമറിങ് എന്നുള്ളത് എന്തല്ല, ഒരു ഹാൻഡിക്യാപ്ഡ് അവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു വൈകല്യ അവസ്ഥയല്ല സ്റ്റാമർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ലിസൺ. ഓക്കെ, ഇനി അദ്ദേഹം ഇവിടെ കുറച്ച് റെറ്റോറിക്കൽ, വിരോധാഭാസപരമായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. Did the stammer precede language or succeed it? സ്റ്റാമർ എന്ന് പറയുന്ന സംഭവം, വിക്ക് എന്ന് പറയുന്ന സംഭവം is precede language or succeed it? ലാംഗ്വേജ് വന്നതിന് ശേഷം, precede means come before, മുമ്പ് വരിക. സോ ലാംഗ്വേജ്, ഭാഷ വരുന്നതിന് മുന്നേയാണോ വിക്ക് എന്ന് പറഞ്ഞ സാധനം വന്നത്, ഓർ സക്സീഡ് ഇറ്റ്, അതോ ഭാഷ വന്നതിന് ശേഷമാണോ? എപ്പോഴാണ് വിക്ക് എന്ന് പറഞ്ഞ സംഭവം വന്നത്? ആദ്യം ഭാഷയാണോ വിക്കാണോ വന്നത്? And is it only a dialect or a language itself? സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഭാഷയാണോ അതോ ഭാഷാ രീതിയാണോ? സംസാര ഭാഷയാണോ ഭാഷാ രീതിയാണോ സ്റ്റാമർ എന്ന്? ഡയലക്ട് മീൻസ് സംസാര ഭാഷ അല്ലേ? ഒരു സംസാര ഭാഷയാണോ അതോ ഒരു ലാംഗ്വേജ് ആണോ? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ലിംഗ്വിസ്റ്റുകൾ വരെ, ലിംഗ്വിസ്റ്റ് മീൻസ് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ ലിംഗ്വിസ്റ്റ് ആരാണ്? ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകന്മാരല്ലേ? സോ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുക. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഭാഷാ പണ്ഡിതന്മാർക്ക് വരെ സ്റ്റാമർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്.
അല്ലേ? ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റാമർ ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ വിൽക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓഫറിങ് എ സാക്രിഫൈസ്. നമ്മൾ സാക്രിഫൈസ് കൊടുക്കുകയാണ്. എന്ത് സാക്രിഫൈസാ? ടു ദ ഗോഡ് ഓഫ് മീനിങ്. അർത്ഥത്തിൻ്റെ ദേവതമാർക്ക്, അർത്ഥങ്ങളുടെ മീനിങ്ങിൻ്റെ ദേവതമാർക്ക് നമ്മളൊരു സാക്രിഫൈസ് കൊടുക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ദ ഗോഡ് ഓഫ് മീനിങ് ഹിയർ റിഫേഴ്സ് ടു ദ ലാംഗ്വേജ് വിച്ച് ഈസ് കളക്ഷൻ ഓഫ് വേർഡ്സ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വേർഡുകളുടെ കളക്ഷനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലേ? ദ പോയിന്റ് സേസ് ദാറ്റ് സ്റ്റാമറിങ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ബൈ സ്റ്റാമറിങ് ദാറ്റ് വി ആഡ് ന്യൂ വേർഡ് ആൻഡ് മീനിങ് ടു ദ ലാംഗ്വേജ് ആൻഡ് ദിസ് എ കൈൻഡ് ഓഫ് സാക്രിഫൈസ് ഗിവൺ ബൈ അസ്. നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റാമർ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം വിൽക്കുമ്പോഴും ഒരു പുതിയ വേർഡും ഒരു പുതിയ മീനിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ സാക്രിഫൈസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അലിവ് കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാക്രിഫൈസ് കൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് സ്റ്റാമറിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാംഗ്വേജുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ആര് പറയുന്നത്? കെ സച്ചിദാനന്ദൻ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ വേർഡുകളുടെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാമറിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് എന്തല്ല, ഒരു വൈകല്യമല്ല. സോ സ്റ്റാമറിങ്ങിനെ വല്ലാണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, സ്റ്റാമറിങ്ങിനെ വല്ലാണ്ട് പുകഴ്ത്തുകയാണ് ഈ ഒരു പോയത്തിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസകളിലേക്ക് പോകാം. വെൻ എ വേൾഡ് പീപ്പിൾ സ്റ്റാമർ ബിക്കം their മദർ ടങ് ആസ് ഇറ്റ് ഈസ് വിത്ത് us now. സോ എല്ലാ പീപ്പിളും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും സ്റ്റാമറിങ്ങിലാണെങ്കിൽ, എല്ലാവരും വിൽക്കുകയാണെങ്കിൽ സ്റ്റാമറിങ് ബിക്കം their മദർ ടങ്. സ്റ്റാമറിങ് എന്തായിട്ട് മാറും? അവരുടെ മദർ ടങ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആളുകളും മലയാളം സംസാരിക്കുന്നതുകൊണ്ടാണ് മലയാളം കേരളക്കാരുടെ മാതൃഭാഷയായത്. തമിഴ്നാട്ടിലുള്ള എല്ലാ ആളുകളും തമിഴ് സംസാരിക്കുന്നതുകൊണ്ടാണ് തമിഴ് അവരുടെ മാതൃഭാഷയായിട്ട് മാറുന്നത്. സോ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും വിൽക്കുകയാണെങ്കിൽ വിക്ക് കേരളത്തിൻ്റെ മാതൃഭാഷയായിട്ട് മാറും എന്നാണ് പറയുന്നത്. സോ അത്രയും സ്റ്റാമറിങ്ങിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ്. ദൈവവും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാമർ ചെയ്തിട്ടുണ്ട്. ദൈവം പോലും സ്റ്റാമർ ചെയ്തിട്ടുണ്ട്. എപ്പോൾ? വെൻ ഹി ക്രിയേറ്റഡ് മാൻ. അവന് മനുഷ്യനെ, ഹ്യൂമൻ ബീയിനെ, മനുഷ്യവർഗത്തെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പോലും എന്ത് ചെയ്തിട്ടുണ്ട്? വിക്കിയിട്ടുണ്ട്. വിക്കിയ മീൻസ് ഇംപെർഫെക്ഷൻ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വ്യക്തത അല്ലാതാക്കിയിട്ടുണ്ട്. എന്താ കാരണം? ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ് ഓഫ് മാൻ ക്യാരിങ് ഡിഫറെൻറ്റ് മീനിങ്. അതുകൊണ്ടാണ് ഒരു വേർഡിന് തന്നെ പല ആളുകളും പല മീനിങ്ങും കൊടുക്കുന്നത്. ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ നോക്കിക്കാണുന്ന പോലെ അതിൻ്റെ മീനിങ്ങിനെ ഞാൻ നോക്കിക്കാണുന്ന പോലെ ആവില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്, അതുപോലെയല്ല വേറെ ആളുടെ കാഴ്ചപ്പാട്. സോ ഒരു വേർഡിന് തന്നെ വ്യത്യസ്ത മീനിങ്ങുകൾ മനുഷ്യൻ കൊടുക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്തതാണ്? ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ സ്റ്റാമർ ചെയ്തതാണ്. ഇതുപോലെ ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രെയർ ടു ഹിസ് കമാൻഡ്. അതുകൊണ്ടാണ് മനുഷ്യന് ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും കമാൻഡ് ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യുന്നത്? സ്റ്റാമർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ ആക്കുന്നത്. ലൈക്ക് പോയട്രി. ഏതുപോലെ? പോയട്രി പോലെ, കവിത പോലെ. കവിതയും എന്താണ്? സ്റ്റാമറിങ് ആണെന്നാണ് പറയുന്നത്. കാരണം ഒരു കവിതയുടെ മീനിങ്ങിനെ ഞാൻ നോക്കുന്ന കാഴ്ചപ്പാടിലാവില്ല മറ്റൊരാൾ നോക്കുന്നത്. ആ കാഴ്ചപ്പാടിലാവില്ല കവി എഴുതിയിട്ടുണ്ടാവുക, ആ കാഴ്ചപ്പാടിലാവില്ല വേറെ ആൾ നോക്കുന്നത്. സോ ഒരു കവിത പോലെ തന്നെ കവിത പോലും സ്റ്റാമർ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് കെ സച്ചിദാനന്ദൻ എന്ത് ചെയ്യാണ്? പറയുകയാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ പോയറ്റ് 3 മെസ്സേജുകളാണ്, 3 ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഫസ്റ്റ്, ഗോഡ് സ്റ്റാമേഴ്സ് ആൻഡ് ഈസ് ഹാൻഡ്സ് ഇംപെർഫെക്റ്റ്. ദിസ് ഈസ് വൈ ഹ്യൂമൻ ആർ ഇംപെർഫെക്റ്റ്. ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാമർ ചെയ്തിട്ടുണ്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഹ്യൂമൻ എന്ത് ചെയ്യുന്നത്? ഇംപെർഫെക്റ്റ് ആവുന്നത്. എന്ന് വെച്ചാൽ എന്നെപ്പോലെയല്ല മറ്റൊരാൾ, അല്ലേ? അതുപോലെയല്ല മറ്റൊരാൾ. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആവാൻ കാരണം എന്താണ്? ദൈവം സ്റ്റാമർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം ഇംപെർഫെക്ഷൻ ആക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ആവണമായിരുന്നു, അല്ലേ? രണ്ടാമത്തെ കാര്യം, ഹ്യൂമൻ സ്റ്റാമർ ഇൻ പ്രേയേഴ്സ്. മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാമർ ചെയ്യുന്നുണ്ട്. ദോസ് പ്രേയർ ആർ ആൾസോ ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻ. അതുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനകൾ പോലും വ്യക്തത ഇല്ലാത്തതാകുന്നത്. ആൻഡ് ഫൈനലി പോയട്രി ആൾസോ ഇംപെർഫെക്ഷൻ. മൂന്നാമത്തത് പോയട്രി, കവിതയും എന്താണ്? ഇംപെർഫെക്ഷൻ ആണ്, സ്റ്റാമറിലാണ്. ദിസ് ഈസ് വൈ ഇറ്റ്സ് മീനിങ് ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. അതുകൊണ്ടാണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം പല ആളുകൾക്കും പല രീതിയിലാവുന്നത്.
വിച്ച് മീൻസ് സ്റ്റാമറിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ, വിക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പുകഴ്ത്ത അപ്രിഷ്യേറ്റ് ചെയ്യുക ആണ് ഈ ഒരു പോയത്തിലൂടെ എന്ത് ചെയ്യുന്നത്. അതൊരു ഹാൻഡിക്യാപ്ഡ് അവസ്ഥയല്ല, അതൊരു മോഡ് ഓഫ് ലാംഗ്വേജ് ആണ്. എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മദർ ടങ് ആയിട്ട് മാറും. ദൈവം പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാമർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ, പോയട്രി വരെ, ഞാൻ എഴുതുന്ന പോയട്രി വരെ എന്താണ്, സ്റ്റാമറിങ്ങിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മീനിങ് പല ആളുകൾക്കും പല രീതിയിൽ വരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ഇതിൽ യൂസ് ചെയ്ത കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രത്യേക റൈം സ്കീം ഒന്നും ഇതിനില്ല. എ ബി സി ബി പോലെയുള്ള റൈം സ്കീം ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് വേഴ്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അല്ലേ. ദെൻ അദ്ദേഹം യൂസ് ചെയ്ത 3 ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിമിലി, റിപ്പിറ്റേഷൻ ആൻഡ് മെറ്റഫോർ. ഇത് 3 അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാരിസൺ ആണ്. ലൈക്കും ആസും വെച്ചിട്ട് ഒന്നിനെ കമ്പയർ ചെയ്യുന്നതിനാണ്, താരതമ്യം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, സിമിലി എന്ന് പറയുക. മെറ്റഫറും കമ്പാരിസൺ ആണ്, പക്ഷേ അതിൽ ലൈക്കും ആസും യൂസ് ചെയ്യാറില്ല. റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നോക്കാം നമുക്ക് അദ്ദേഹം യൂസ് ചെയ്ത സിമിലിയും മെറ്റഫറൊക്കെ എന്താണെന്നുള്ളത്. ലിസൺ. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സിമിലി അല്ലേ, എന്താണ്, ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദ സൈലൻസ്. അവിടെ ആസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെയിംനെസ് ഈ ആസ് ദ സൈലൻസ്, അതൊരു സിമിലിയാണ്. റിപ്പീറ്റേഷൻ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്, സ്റ്റാമർ എന്നുള്ള വേർഡ് വീണ്ടും 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 ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മെറ്റഫോർ, സ്റ്റാമർ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ അദ്ദേഹം മെറ്റഫോറിക്കലി യൂസ് ചെയ്തിട്ടുള്ള റിഫേഴ്സ് ടു ദ ഇംപെർഫെക്ഷൻ വി ഹാവ് ടു ദ എർത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ഇംപെർഫെക്ഷൻ ദാറ്റ് മേക്ക് അസ് എക്സിസ്റ്റ്. നമ്മളുടെ ഇംപെർഫെക്ഷന്, നമ്മളെ വ്യക്തതയില്ലായ്മയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇംപെർഫെക്ഷനെ കുറിച്ചിട്ടുമാണ് സ്റ്റാമർ എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ട് അദ്ദേഹം മെറ്റഫർ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് സ്റ്റാമർ എന്ന് പറയുന്ന പോയം. സോ സ്റ്റാമറിങ് എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്ഡ് അവസ്ഥയല്ല, അതൊരു ലാംഗ്വേജ് മാത്രമാണ്, ഒരു മോഡ് ഓഫ് ലാംഗ്വേജ് ആണ്, സംസാരത്തിൻ്റെ രീതിയാണ്. എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അത് മദർ ടങ് ആയി മാറും. സോ സ്റ്റാമറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുക, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കെ സച്ചിദാനന്ദൻ. സോ മലയാളത്തിലുള്ള വിക്ക് എന്ന് പറയുന്ന പോയം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. So I'm going to stop here. I hope you guys enjoy this beautiful poem. I hope you guys understand in this. So we will meet with another beautiful chapter from this textbook. I'm going to stop here. It's me, Jurais, signing off. Have a nice day.